ഈ അടുത്ത കാലത്ത് എന്നെ ഒരു ആള് വിളിച്ചിരുന്നു ബിസിനസ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട്. അയാളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം. അയാൾ ഒരു 20 years ആയിട്ട് പെർഫ്യൂം രംഗത്തുണ്ട്. UAE. ഇപ്പോൾ പെർഫ്യൂം നിങ്ങൾക്കറിയാലോ, എല്ലാവരും മറ്റൊന്ന് പെർഫ്യൂം ഒരു കുടിൽ വ്യവസായമായി കഴിഞ്ഞു. എല്ലാ ഇൻഫ്ലുവൻസേഴ്സും വന്നിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന പെർഫ്യൂം. അതെ. അപ്പോൾ എന്നോട് എങ്ങനെ ചോദിച്ചു, ഒരു പ്രൊഡക്റ്റ് ആള് 20 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കാം, ആൾക്ക് ഇന്റർനാഷണലിൽ പോകണം, ആളുടെ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണം. പല ആൾക്കാരുടെ കയ്യിൽ നല്ല പ്രൊഡക്റ്റുകളുണ്ട്, അവർക്ക് അതിനെ നെക്സ്റ്റ് ലെവലിൽ സ്കെയിലപ്പ് ചെയ്യാനുള്ള ഐഡിയകളോ അല്ലെങ്കിൽ അതിനുള്ള സമയമോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു ഫീൽഡിൽ ഒരു ബിസി ആയിരിക്കും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്നോട് ചോദിച്ചു, എനിക്ക് ഈ പ്രൊഡക്റ്റ് ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു കൊടുത്ത്, ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് കടക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് നമ്മൾ പോകണം. അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് ഒരു ഇതില്ല, അവിടുത്തെ ഇൻഫ്ലുവൻസേഴ്സ് ആരെന്നറിയില്ല, അവിടുത്തെ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് എന്നറിയില്ല. അപ്പം നമ്മൾ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരാണ് നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പോകണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ഉണ്ടാക്കി അവർക്ക് വേണ്ട സാധനം കൊടുത്താലേ നമുക്ക് ആ പ്രൊഡക്റ്റിനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ മാർക്കറ്റ്. അപ്പോൾ ആ കൺട്രിയിൽ പോയിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ ലിസ്റ്റുകളാണ് മേടിക്കുന്നത്. ലിസ്റ്റ് നമ്മളതിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അവരോട് പോയിട്ട് നമ്മൾ അവരുടെ അഡ്വൈസും കാര്യങ്ങളും ചോദിക്കാൻ, നമ്മളെ പ്രൊഡക്റ്റിന് അവിടെ സ്കോപ്പ് എന്താണ്, നമുക്ക് അവിടെ ഗ്യാപ്പ് എന്താണ്, അവർ നേരിടുന്ന ചാലഞ്ച് എന്താണ്, അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരോട് സംസാരിച്ചിട്ട്. പക്ഷെ അവരുടെ സമയം വിലപ്പെട്ടാണ്. ഉദാഹരണത്തിന് ഞങ്ങൾ ഒരിക്കലും ചിപ്സ് ഇറക്കിയപ്പോൾ ഞങ്ങൾ മാർക്കറ്റിലെ ഗ്യാപ്പ് ഞങ്ങൾ സ്റ്റഡി നടത്തിയപ്പോൾ നോക്കിയപ്പോൾ അവിടെ 150 ചിപ്സ് ഉണ്ട്, 40 ഗ്രാമിൻ്റെ 50 ഗ്രാമിൻ്റെ ചിപ്സ് ഉണ്ട്, 75 ഗ്രാമിൻ്റെ ചിപ്സ് ഇല്ല. അപ്പോൾ നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 75 ഗ്രാമിൻ്റെ ചിപ്സിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തു. അപ്പോൾ അതൊക്കെ നമ്മൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഗ്യാപ്പ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ പ്രോബ്ലം സോൾവിങ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എന്താണ് ബിസിനസ്സിലെ പ്രോബ്ലം സോൾവിങ് എന്ന് പറയാൻ പറ്റുമോ? വെള്ളം സ്ഥിരമായിട്ട് വണ്ടിയിൽ വിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടേക്ക് ഒരാൾക്ക് പൈപ്പിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ആയി. കുറഞ്ഞ കോസ്റ്റ്, കുറേ ആളുകളുടെ ഡിപ്പെൻഡൻസി ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഡ്രൈവർ വേണം, വണ്ടി വേണം, അതാണ് പ്രോബ്ലം സോൾവിങ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ആ ബിസിനസ്സിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു. കസ്റ്റമേഴ്സിനെ റെഗുലറായിട്ട് നമ്മൾ ഒരു 3 മാസമെങ്കിലും ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരും നമുക്ക് വീഴ്ത്താൻ പറ്റും. അതായത് അവരുടെ നമ്മൾ റെഗുലറായിട്ട് നമ്മുടെ ബിസിനസ് ന്യൂസുകൾ, നമ്മുടെ പ്രൊഡക്റ്റുകൾ ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആ മാർക്കറ്റിലേക്ക് പെനട്രേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ സസ്റ്റൈനബിലിറ്റി ഒക്കെ വേറെ വിഷയമാണ്. അതെ. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് നല്ലൊരു ഓപ്പണിങ്. അതെ, നിങ്ങളൊരു പ്രൊഡക്റ്റ് നിങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പുതിയ മാർക്കറ്റിലേക്ക് നിങ്ങൾ പെനട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ സ്റ്റെപ്പുകളിലൂടെ പോകായിരിക്കും നല്ലത്. അല്ലാതെ നേരെ അവിടെ പോയിട്ട് ഡിസ്ട്രിബ്യൂട്ടറെ കണ്ടെത്തി അവന് കുറേ പൈസ കൊടുത്ത് അവന് കുറേ സ്റ്റോക്ക് ഇട്ട് കൊടുത്ത് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക്. ഫോളോ ദിസ് സ്മോൾ സ്റ്റെപ്പ് ആൻഡ് യു ക്യാൻ launch your product in any market.